ഹായ്, ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് വ്യത്യസ്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് 800 കോടിയോളം രൂപ ഫണ്ടിങ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റർ വൺ എന്റർപ്രണർ ആക്സിലേറ്റർ പ്രോഗ്രാം നടത്തുന്ന ദുബായ് ബേസ്ഡ് ഒരു കമ്പനിയുടെ കോ ഫൗണ്ടർ ആയിട്ടുള്ള സവാദാണ് നമ്മളെ കൂടെ ഉള്ളത്. ഹായ് സവാദ്. ഹായ് ഹായ്. സവാദ് ബ്രോനെ ഒന്ന് പരിചയപ്പെടുത്തോ? ബേസിക്കലി ഞാനൊരു 10 വർഷമായിട്ട് സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിലുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ 8 വർഷം കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വർക്ക് ചെയ്തു. ഇപ്പോ ഈ പറഞ്ഞ പോലെ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞിട്ട് ഒരു ദുബായ് ബേസ്ഡ് സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി. ഞാനൊരു സംഭവം കണ്ടു നിങ്ങളെ വെബ്സൈറ്റിൽ. ഏകദേശം ഇന്ത്യൻ റുപ്പിയിൽ പറയുന്നത് 800 കോടിയോളം രൂപ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഈ കാസർഗോട്ടുകാരൻ ആരാണ് ബിഹൈൻഡ് എന്ന് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളെ കണക്ട് ചെയ്തത്. എന്താണ് ശരിക്കും അതിൽ നിങ്ങൾ ചെയ്യുന്നത്? ഐഡിയലി അതിലൊരു കറക്ഷൻ ഉണ്ടായി. നമ്മൾ ഈ 800 കോടി എന്ന് അതിൽ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഞങ്ങൾ ടോട്ടൽ പോർട്ട്ഫോളിയോ കമ്പനീസിന്റെ ഒരു ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ നോട്ട് എവറി കമ്പനി നമ്മൾ തന്നെ ഫെസിലിറ്റേഷൻ ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് എടുത്ത ആൾക്കാരൊന്നല്ല. ദർ ആർ ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് മുതൽ സീരീസ് എ സീരീസ് ബി വരെയുള്ള സ്റ്റാർട്ടപ്സ് നമ്മുടെ പോർട്ട്ഫോളിയോയിലുണ്ട്. അറൌണ്ട് 2500+ സ്റ്റാർട്ടപ്പ് മെമ്പേഴ്സ് ഉള്ള കമ്മ്യൂണിറ്റിയാണ് ഫ്രം 25+ ഡിഫറെന്റ് കൺട്രീസ്. അതായത് നമ്മൾ കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദുബായിൽ നിന്ന് വേൾഡിലാണ് വർക്ക് ചെയ്യുന്നത്. എക്സാക്ട്ലി. ഇപ്പോൾ അടുത്തൊരു ചോദ്യം, കാസർഗോഡ് എന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആണ് എന്ത് എൻട്രി, പിന്നെ ഒപ്പം, പിന്നെ കഥാ സ്റ്റോറി. ശരിക്കും എൻട്രിയിൽ ആദ്യ റൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരു 33x ആണ് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടിയെന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എമൗണ്ട് കിട്ടുക ശരിക്കും? അതെ, അതാണ് നമ്മൾ യൂഷ്വലി എല്ലാവരും എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റോറി. ഫ്ലിപ്കാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്ര കിട്ടി അത്ര കിട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ കാസർഗോഡ് പോലുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഒരു കമ്പനി ബിൽഡ് ചെയ്തിട്ട് 34x എനിക്ക് വന്ന ഒരു 4 year ബാക്ക് ആണ് ഹിസാം ഒരു ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇപ്പൊ അതിന്നൊക്കെ എത്രയോ വാല്യൂഷൻ മാറിക്കഴിഞ്ഞു. ഇപ്പൊ എൻട്രി ആപ്പ് എന്ന് പറയുന്നത് ലോക്കൽ ഫണ്ട് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു സീഡ് റൗണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിന്ന് എങ്ങനെയാണ് ഫണ്ട് എടുക്കുക എന്നുള്ളതും അത് ചെയ്തിട്ട് അതിന്റെ എക്സിറ്റും കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ്. ഫൗണ്ടറിനുള്ള എൻട്രി എന്നുള്ള വലിയ പ്രൊഡക്റ്റിന്റെ ഫ്ലാഷിനെസ് കണ്ടിട്ടല്ല അവർ ഇൻവെസ്റ്റ് ചെയ്തത്. ഹിസാം എന്നുള്ള ഫൗണ്ടറിലാണ് ഐഡിയലി ഇൻവെസ്റ്റ് ചെയ്തത്. അതാണ് എപ്പോഴും ഒരു ഫൗണ്ടർക്കുള്ള അയാൾ ട്രസ്റ്റും അയാളെ ക്രെഡിബിലിറ്റിക്കും ഭയങ്കര ഇമ്പോർട്ടൻസ്. അതെ, ഹിസാം ഓൾറെഡി ഒരു സക്സസ്ഫുൾ കമ്പനി റൺ ചെയ്ത ശേഷമാണ് എൻട്രി എന്നുള്ള കമ്പനി. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ജെയ്ടെക്സിൽ ഒരു ഭയങ്കര കിഡിലം പ്രോഗ്രാം നടത്തിയത്. അന്നാണ് ഞാൻ ആദ്യം നിങ്ങൾ ഇത്ര നല്ലൊരു പൊട്ടൻഷ്യൽ സംഭവം നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ ഞാൻ പോകുന്നത്. അന്ന് ശരിക്കും എന്തായിരുന്നു ജെയ്ടെക്സിന്റെ ഉള്ളിൽ ഒരു ഷാർക്ക് ടാങ്കിന്റെ വേറൊരു വേർഷൻ നടത്തി നിങ്ങൾ? എക്സാക്ട്ലി. നമ്മളത് വൺ ടാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഓൺട്രപ്രണർ തുടങ്ങുമ്പോൾ തന്നെയുള്ള ഒരു മേജർ വിഷൻ എന്ന് പറയുന്നത് there are many HNIs UAE റീജിയനിൽ ഉണ്ട്. അവര് ഭയങ്കര ഹൈലി ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഓൾസോ അവർക്ക് ഇങ്ങനെയുള്ള അപ്കമിങ് സ്റ്റാർട്ടപ്സിന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല, അവയർനെസ് ഇല്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത് നല്ല ഒരു സ്റ്റാർട്ടപ്പിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മളെ ഒരു മേജർ ഒരു ലോങ് ടേം വിഷൻ ആണ് മലയാളി HNI കമ്മ്യൂണിറ്റീസിനെ. അപ്പൊ ഇനി അടുത്ത് ഞാൻ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വൺ ടാങ്ക് നടത്തും? ഡെഫിനറ്റ്ലി നടത്തും. നമ്മളിപ്പോ UAE തന്നെ 2 എഡിഷൻ ഓൺ ടാങ്ക് നടത്തി. ആദ്യത്തെ നിങ്ങൾ പറഞ്ഞത് ജെയ്ടെക്സിലായിരുന്നു ലോഞ്ചിങ് എഡിഷൻ. അതിൽ നമുക്ക് അറൌണ്ട് 800 ആപ്ലിക്കേഷൻ അക്രോസ് ഗ്ലോബ് വന്നു. അതിൽ 12 ഷോർട്ട് ലിസ്റ്റഡ് സ്റ്റാർട്ടപ്പ് ആണ് അവിടെ പിച്ച് ചെയ്തത്. അതിൽ അറൌണ്ട് 4 to 6 സ്റ്റാർട്ടപ്സിൽ ഈ VCs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നു ടെക്സ്റ്റാറിന്റെ അതേപോലെ തന്നെ നമ്മളെ ഫ്രഷ് ഹോമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള VCs. യെസ്, മിന റീജിയനിലുള്ള ടോപ്പ് 6 ഇൻവെസ്റ്റേഴ്സ് അന്ന് ജൈടെക്സിൽ വന്നിരുന്നു. നിങ്ങളെ പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രോഗ്രാമിലെ ജൂറി മെമ്പേഴ്സ് ആയിട്ട് വന്നിരുന്നു. അതിൽ വിജയ് ത്രിവേദി ഫ്രം ടെക്സ്റ്റാർസ്, ക്രസന്റ് വെൻഡേഴ്സ്. ഇതൊക്കെ നമ്മളെ മലയാളികൾക്ക് അറിയാത്തായിരിക്കും ശരിക്കും. അതെ അതെ, ക്രസന്റ് മലയാളികൾക്ക് അറിയില്ല. അവരുടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇവരൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, എങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത് എന്നുള്ളത്. അതെ, ഫ്രഷ് ടു ഹോമിന്റെ ഇൻവെസ്റ്റേഴ്സ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ ക്രസന്റ് വെഞ്ചേഴ്സ് കാണാൻ പറ്റും. ഈ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിന്റെ കൂടെ ഒക്കെ ക്രസന്റ് വെഞ്ചേഴ്സ് ഉണ്ട്. ക്രസന്റ് വെഞ്ചേഴ്സിന്റെ കരോൾ എന്ന് പറഞ്ഞിട്ടുള്ള മേജർ പാർട്ണറാണ് അന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ലൊക്കേഷൻ ഒക്കെ ചോദിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്ക് ഏത് കഫേലോ, സാധാരണ ഞാൻ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞു സ്റ്റാർട്ടപ്പ് മിഷന്റെ കാസർഗോഡ് ഓഫീസിലേക്ക് വരാൻ. ഇന്നലെ എന്നെ വിളിച്ച സമയത്ത് ഓക്കെ ഞാൻ വരാം. ഞാൻ അപ്പോഴും ഇങ്ങനത്തെ ഒരു ഓഫീസ് ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ശരിക്കും ഇതിനുള്ളിൽ എന്താ നടക്കുന്നത് ഇവിടെ? ഓക്കെ, ഐഡിയലി ഇതൊരു അസാപ്പ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഏജൻസി ഉണ്ട്. അസാപ്പിന്റെ ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കാണ്. അപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഈ അസാപ്പ് തമ്മിലുള്ള അസോസിയേഷൻ വന്നപ്പോൾ അസാപ്പിന്റെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഓഫീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഓഫീസ് ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ബിൽഡിങ്ങിലായിരുന്നു. റീസെന്റ് ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തത്. അറൌണ്ട് 10+ കമ്പനീസ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇത് പറയുന്നത് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ഒരു മോഡൽ വെച്ചാൽ അസാപ്പ് കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ട് ഓപ്പറേഷണൽ പാർട്ട്നേഴ്സിന് ഇത് റൺ ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഒരു SCSR പോലെ മറ്റുള്ളവർ റൺ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇല്ലാതെ റൺ ചെയ്യുന്നതാണോ? അല്ല, കാരണം ഞാൻ കുറെ കമ്പനികൾ അതിൻ്റെ ഉള്ളിൽ പേര് ബോർഡൊക്കെ. ഇത് CSR ഐഡിയലി ഇതൊരു പ്യുവർ ബിസിനസ് മോഡലാണ്. ഈ ഓപ്പറേറ്റിംഗ് പാർട്ട്ണറും അസാപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഷെയറിംഗ് മോഡലാണ്. അപ്പോൾ ഈ കമ്പനി ഡിഫറെന്റ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് റൺ ചെയ്യും.
അത് ഏൺ ചെയ്യുന്ന റവന്യൂ അവർ ഷെയർ ചെയ്യുന്ന മോഡലാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു UK ബേസ്ഡ് കമ്പനിയാണ് ഇത് നടത്തുന്നത്. അതായത് നമ്മളെ കാസർഗോഡ് ഒരു ഗവൺമെന്റ് സ്ഥാപനം ഒരു UK ബേസ്ഡ് കമ്പനി വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ സ്റ്റാർട്ടപ്പ് ഒക്കെ ആക്സിലേറ്റർ ഇതിന്റെ ഭാഗമാവാനോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും, നിങ്ങളെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും, അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനും പറ്റും. അതായത് ഞാൻ ലിങ്ക്ഡിനിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഈ കാസർഗോട്ടുകാരെ മുമ്പേ ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം എപ്പോഴും ഒരു വ്യത്യസ്തമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇഷാം, ആരിസൻകോന്റെ ആരിസ്, ഇവിടെ ശരിക്കും കാസർഗോഡ് പറഞ്ഞിട്ട് കോഡ്, അതായത് നമ്മളെ കോഡ് എഴുതുന്ന ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി. അത് എന്താ സംഭവം കോഡിനൊക്കെ? ഐഡിയലി ഇത് കമ്മ്യൂണിറ്റി സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന്റെ കമ്മ്യൂണിറ്റിയാണ്. അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കാസർഗോഡ് മെയ്ഡ് ഇൻ കാസർഗോഡ് എന്നുള്ളതാണ്. കാസർഗോഡ് കുന്നുകളാണോ? അല്ല. അപ്പൊ ഐഡിയലി കാസർഗോഡ് ഞാൻ ഇവിടെ ഒരു യൂണിക്കോൺ കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട് വരും അടുത്ത്. യൂണിക്കോൺ വന്നില്ലെങ്കിൽ കൂടിയും ഇപ്പൊ തന്നെ നമുക്ക് ഓൾറെഡി സീരീസ് ബി വരെയുള്ള കമ്പനീസ് ഉണ്ട്. ഭയങ്കര ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ദർ ആർ മെനി നല്ല ഹൈ പെർഫോമിംഗ് സ്റ്റാർട്ടപ്സ് ഈ റീജിയനിൽ വരുന്നുണ്ട്. അതായത് ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളതിൽ കൂടുതൽ നല്ല സ്കെയിലിൽ വർക്ക് ചെയ്തിട്ട് ബൂസ്റ്റ്റാപ്പ് ചെയ്തിട്ട് പോകുന്ന കമ്പനീസ് ഉണ്ട്. ഇപ്പൊ ഒന്ന് ലൈക്ക് ഒപ്പം, കഥ, ഇവരൊക്കെ നല്ല കേരളത്തിൽ തന്നെ മികച്ച പെർഫോം ചെയ്യുന്ന. അതായത് കഥക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോ ആന്ധ്ര, കേരളം, തമിഴ്നാട് വരെ കസ്റ്റമറെ ഓൺബോർഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അതെ. അതേപോലെ ഫാബസ് ഫ്രെയിംസ് എല്ലാം നല്ല റവന്യൂ ഗ്രോത്ത് കാണിക്കുന്ന കുറെ കമ്പനീസ് ഉണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഈ എല്ലാ ഫൗണ്ടേഴ്സും മ്യൂച്വലി മറ്റുള്ള ഫൗണ്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ റീസെന്റ് അത് ആസ്ക് ചെയ്യാന്നുള്ളതാണ് എല്ലാവരും ആവശ്യം. ആസ്ക് ചെയ്യാത്താണ് ഫൗണ്ടേഴ്സിന്റെ പ്രശ്നം. എക്സാക്ട്ലി. ഇപ്പൊ നമുക്ക് ഇതില് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ YC പോലുള്ള കമ്പനീസ് ഉണ്ട്. അപ്പൊ പ്രണവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഉണ്ട് YC-ലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ അപ്കമിങ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് അവരെ ഹെൽപ്പ് പോലെ എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവരെല്ലാം ആക്സസ് ഇപ്പൊ ഈ YC അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇവർ റെഫർ ചെയ്യാറുണ്ട്. നല്ല കമ്പനി ആണെങ്കിൽ YC ആപ്ലിക്കേഷൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ അങ്കോന്ന് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്റ്റീവ് സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് 10 സ്റ്റാർട്ടപ്പുകൾക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇന്നോവേഷൻ ഗ്രാൻഡ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഗ്രാൻഡ് കിട്ടോ എന്നുള്ളത്. അപ്പോ സവാദ് ബ്രോ പറഞ്ഞത് 10 സ്റ്റാർട്ടപ്പുകൾ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണ് അതിന്റെ പ്രോസസ് നടക്കുന്നത്? ഐഡിയലി നമ്മൾ അത് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ്. ഇപ്പൊ ആദ്യം ഒരു സ്റ്റാർട്ടപ്പിന് കിട്ടി, അടുത്ത സ്റ്റാർട്ടപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് ആയിട്ട് ഇവരെ കണക്ട് ചെയ്യും. നമ്മൾ ഇരുന്നിട്ട് അവരെ ആപ്ലിക്കേഷൻ പറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം, എന്താ ആസ്ക് ആയിരിക്കണം, അതെല്ലാം അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റാർട്ടപ്പിന് കിട്ടും. ഈ 2 ആൾക്കാർ കൂടി അടുത്ത സ്റ്റാർട്ടപ്പിന് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സ്റ്റാർട്ടപ്പിന് ഒരു 5 lakh rupees കിട്ടി. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരോട് പറഞ്ഞു. അപ്പോൾ ഇവരോട് നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി കണക്ട് ചെയ്യാൻ. ഗ്രൂപ്പിൽ ഒരു 1000 പേരുള്ള 3000-ഓളം വലിയ കമ്മ്യൂണിറ്റി. അപ്പോൾ എല്ലാവരും വന്ന് ഒറ്റയടിക്ക് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് കംപ്ലൈന്റ് ചോദിക്കാന്ന് പറയും. പക്ഷെ ഇവർക്ക് ചോദിക്കാൻ എപ്പോഴും മടിയാണ്. അതെ, ഇത് സ്റ്റാർട്ടപ്പ് മിഷൻ അങ്ങനെ ഒരുപാട് ഭയങ്കര ടഫ് അല്ല ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഐഡിയ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അതില് പ്രസന്റേഷൻ എക്സ്പെർട്ട് കമ്മിറ്റിന് മുമ്പിൽ അവരെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പറയാൻ പറ്റും. അതെ, പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. ഇനി നിങ്ങളൊരു അടുത്തൊരു ലെവൽ ഓഫ് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റാർട്ടപ്പിലേക്കായിരിക്കും നിങ്ങൾ കൂടുതൽ ഇന്നൊരു സ്പെസിഫിക് ഏരിയ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ UAE വർക്ക് ചെയ്യുന്ന കുറച്ച് സ്ട്രോങ് HNI കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അവര് അധികം ആൾക്കാർ മലബാർ റീജിയനിലുള്ള ആൾക്കാരാണ്. പല ആൾക്കാരും എഡ്ടെക് സ്റ്റാർട്ടപ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം ഇവരൊക്കെയും പല രീതിയിലും അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അവരെ മക്കളെ പഠിപ്പിക്കണം, അങ്ങനെ ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. പിന്നെ പല ആൾക്കാർ ഞാനൊരു 50 CR റൗണ്ട് നടത്തിയ സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ആരാണ്? അവർക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ബിസിനസ് സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന് കാരണം വെച്ചാൽ അവരെ മക്കളെങ്കിലും നാട്ടിൽ നിന്ന് നല്ല എഡ്യൂക്കേഷൻ കിട്ടട്ടെ എന്നുള്ള ആ പെയിൻ പോയിന്റ് കറക്റ്റ് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു ഈ കമ്പനി ആയിട്ട് ഇമോഷണൽ കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത കുറെ കമ്പനീസ് അങ്ങനെ വരുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ ഉപരി സ്റ്റാർട്ടപ്സിനെ കൂടുതലും അവിടെ കണക്ട് ചെയ്യുന്നത് ആക്സിലേറ്റർ പ്രോഗ്രാംസ്. നെക്സ്റ്റ് ലെവലിലേക്ക് അവരെ വളർത്തുക, അതിന്റെ കൂടെ എന്ത് ചെയ്യാം, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. കാരണം അതായത് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നമ്മളെ തേടി വരണമെന്ന് നമ്മൾ എല്ലാവരോടും പറയാറുള്ളത്. കാരണം അങ്ങോട്ട് പോയി റീച്ച് ചെയ്യുന്നതിന് എപ്പോഴും ഒരു വാല്യൂ കുറവായിരിക്കും. നമ്മൾ എല്ലാ ഫൗണ്ടേഴ്സിനോടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്ത് നമ്മളെ എക്സ്പീരിയൻസ് ആണോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടത് കൊണ്ട് പറയുന്നതാണോ എന്നുള്ള സംശയമാണ് എപ്പോഴും എനിക്കുണ്ടാവാറുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പിന് ഇങ്ങോട്ട് തേടി വരുന്നതാണ് എപ്പോഴും അതിന് ബെറ്റർ എന്ന് പറയും. അതിൽ കിട്ടുന്ന റിസൾട്ടും അതിന്റെ ബെനിഫിറ്റും എപ്പോഴും ആ ഫൗണ്ടർക്ക് കിട്ടുക എന്നുള്ളത്. ശരിക്കും അങ്ങനെ ആണോ അതിന്റെ റിയാലിറ്റി? അതെ, ശരിക്കും ഏറ്റവും കൂടുതൽ ഈ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിൽ ഫണ്ട് കിട്ടുന്നതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ എപ്പോഴും ഫണ്ടിങ്ങിനോട് ഒരു ഭയങ്കരമായിട്ട് ഒരു ആൾക്കാർക്ക് താല്പര്യം. ഐഡിയലി ഇത് ഫണ്ട് കിട്ടിയ സ്റ്റാർട്ടപ്പുകൾക്ക് അറിയാം, ഈ ഫണ്ട് കിട്ടിയിട്ട് കമ്പനി റൺ ചെയ്യുന്നതെന്ന് പറയുന്നത് തന്നെ കുറച്ചും കൂടി ആൾക്കാർക്ക് ഭയങ്കര പ്രഷർ ഉള്ള കാര്യമാണ്. ഇൻവെസ്റ്റ്മെന്റ് പ്രഷർ ഉണ്ടാവും, അവരെ വിചാരിച്ച രീതിയിൽ ഫ്രീഡം
ഉള്ള രീതിയിൽ കമ്പനി റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല പ്രഷർ എടുത്താണ് ബൈജൂസ്. സ്റ്റാർട്ടപ്സിനോട് സജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരുപാട് സീറോ ഇക്വിറ്റി ഗ്രാൻഡ്സ് ഉണ്ട്. 15, 20, 50 ലക്ഷം വരെ ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്ന ഗ്രാൻഡുകളുണ്ട്. അത്തരം ഗ്രാൻഡുകൾ ആദ്യം ശ്രമിക്കുക. എന്നിട്ട് അതിൽ ഗ്രോത്ത് നമ്മൾ ഒരു 10 ദിവസം കൂടുമ്പോൾ വീക്കിലി അപ്ലൈ ഉള്ള ഗ്രാൻഡിന്റെ ഡീറ്റെയിൽ കൊടുക്കും. 10 പേരൊക്കെ അപ്ലൈ ചെയ്യണുള്ളൂ. അത് നമുക്കറിയാം, നമ്മൾ പേഴ്സണലി വരുന്ന ആൾക്കാർ അറിയാം ഇത് എന്താണ്. അല്ല, ആ ഇൻഫർമേഷൻ ഗ്യാപ്പ് നിങ്ങൾ ഫിൽ ചെയ്യുന്നത് ഭയങ്കര അപ്രീഷിയബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആൾക്കാർക്ക് ഏതൊക്കെ ആക്സിലേറ്റർ പ്രോഗ്രാം ആണ് നല്ലത്, കാരണം ഭയങ്കര സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്സിലേറ്റർ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി കുറച്ചും കൂടി എല്ലാവരും ഷെയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അവയർനെസ് വരും ആൾക്കാർക്ക്. അപ്പൊ അതൊരു ഭയങ്കര ഇനീഷ്യൽ വാലിഡേഷൻ ആണ്. ഗ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു റൺവേയും കിട്ടും. കൂടാതെ അവർക്ക് ഒരു റിസ്ക് ഇല്ല. റിസ്ക് മീൻസ് കുറച്ചുകൂടി പ്രഷർ ഫ്രീ ആയിട്ടുള്ള ഫണ്ട് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ആ ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് നമുക്ക് ആരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുള്ളതാണ് ഇങ്ങനെ ഗ്രാൻഡ് വരുന്ന സമയത്ത്. ഇപ്പൊ UAE എക്സ്പാൻഷനിൽ വരുന്ന കമ്പനീസിനോട് നമ്മളെ അവർ UAE ലാൻഡിങ്ങിന് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ത്രൂ ഡിഫറെന്റ് ആക്സിലേറ്റർ പ്രോഗ്രാം ആണ്. നമ്മൾ ക്ലോസ്ലി വർക്ക് വിത്ത് മേജർ ആക്സിലേറ്റേഴ്സ് ഇൻ ദ റീജിയൻ. ഫോർ എക്സാമ്പിൾ സാൻഡ്ബോക്സ് ആക്സിലറേറ്റർ. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റിക്ക് ഒരു കോഡ് ഉണ്ട്. ആ കോഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യും. പിന്നെ അടുത്തൊരു സംഭവം, ഒരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക എന്നുള്ളത് IIM IIT-കാരുണ്ട് ഫൗണ്ടേഴ്സിന് മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഉണ്ടോ നിങ്ങൾ കണ്ടിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഫൗണ്ടേഴ്സിന് മാത്രമേ ഫണ്ട് കിട്ടുന്നുള്ളൂ? ഇല്ല, അവർക്കൊക്കെ ഒരു പോസിറ്റീവ് എഡ്ജ് ഉണ്ടാവാറുണ്ട് നോർമലി. പക്ഷെ ഇപ്പം നിങ്ങൾ വളരെ ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സീരീസ് B വരെ എത്തിയ എൻട്രി കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് തുടങ്ങിയ കമ്പനിയാണ്. അത് വളരെ ബൂസ്റ്റപ്പ് ചെയ്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നൊക്കെ ഫണ്ട് എടുത്തിട്ട് തുടങ്ങിയിട്ടുള്ള ചെറിയ രീതിയിൽ. അത് ഫണ്ട് എന്നുള്ള പറയാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. ആദ്യ റൗണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ കോസ്റ്റ്ലി ഉള്ള ഫണ്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഒരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റിന് പോകുന്ന സമയത്ത് ട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ഐഡിയ വാലിഡേറ്റ് ചെയ്ത് ഒരു MVP ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണോ, അല്ലെങ്കിൽ ഐഡിയ സ്റ്റേജിൽ പോകുന്നതാണോ ഫൗണ്ടർക്ക് ബെറ്റർ? ഇത് കിട്ടാനുള്ള പോസിബിലിറ്റി തന്നെ ട്രാക്ഷൻ ഉണ്ടെങ്കിലാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ കൂടുതലുള്ളത്. കാരണം വെച്ചാൽ നമുക്കറിയാം ഈ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിൽ ഒരുപാട് സ്കാംസ് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഡീപ് ടെക് പ്രൊഡക്റ്റ് ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പേറ്റന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതൽ. ഗ്രാൻഡിന് പോകണം ഒന്നും കൂടി ബെറ്റർ. ദർ ആർ മെനി ഗ്രാൻഡ്സ്. അതല്ലാതെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പിനെ ഫോക്കസ് ചെയ്യുന്ന കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു നോർമൽ പ്രൊഡക്റ്റ് ആണ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, വലിയ ആപ്പ് ഉണ്ടാക്കാൻ പോവാതെ വാട്സപ്പോ വേറെ CRM അതൊക്കെ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ പരിചയപ്പെട്ടു. അവരെ വെറും ഗൂഗിൾ മീറ്റിലും അതേപോലെ തന്നെ മെറ്റാഡ്സും ചെയ്തിട്ടാണ് 500 കസ്റ്റമർ ഓൺബോർഡ് ചെയ്തിട്ടുള്ളതും അവർ ട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ 0 to 1 എന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. അതായത് പൈസ ചിലവാക്കാതെ മാർക്കറ്റ് ചെയ്യും വേണം, എന്നിട്ട് ആ ഐഡിയ വാലിഡേറ്റ് ചെയ്യും വേണം. ആദ്യത്തെ ഒരു 1000 കസ്റ്റമർ ഓൺബോർഡ് ചെയ്യാന്നുള്ളത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാർട്ടപ്പുകളും അങ്ങനെയാണ് ആദ്യം കൊണ്ടുപോകാൻ നോക്കുന്നത്. പണം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം നേടാമെന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധാരണ പൊളിക്കുക എന്നുള്ള ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റാറ്. കാരണം ആ നമ്മളെ നെറ്റ്വർക്ക് എല്ലാം കൊടുക്കാറുണ്ട്. ശരിക്കും ഇങ്ങനൊരു സംഭവം നിങ്ങളും ചെയ്യുന്നുണ്ടോ? അതായത് നമ്മളെല്ലാവരോടും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സാധനം അതാണ്. കാരണം യൂഷ്വലി ചില ആൾക്കാർ വരാറുണ്ട്, ഓക്കെ അവര് ഹാർഡ് ഏൺഡ് മണി കൊണ്ടുവരും, ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, എന്നിട്ട് ഒരു തേർഡ് പാർട്ടി ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് ആ സാധനം ബിൽഡ് ചെയ്യും. പിന്നെ അവർക്ക് ഒരിക്കലും ആ സാധനം മാർക്കറ്റിൽ ട്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഈ മാർക്കറ്റ് വാലിഡേഷന് ഇപ്പോൾ വാട്സപ്പ് ഉൾപ്പെടെ നിരവധി ടൂൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഓൺ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതെ, ആ മാർക്കറ്റ് വാലിഡേഷൻ കഴിഞ്ഞിട്ട് ഇത് മാനുവലി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസിൽ ആദ്യം തന്നെ ആൾക്കാർ ഇപ്പോൾ അതൊരു മിസ്കൺസെപ്റ്റ് ആണ്. ആൾക്കാർ ആദ്യം തന്നെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ മൊബൈൽ ആപ്പും വെബ് ആപ്പും ആണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു IT പ്രൊഡക്ട്സ് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അല്ലാത്ത കുറെ ഇവിടെ തന്നെ സെഞ്ചൂർസ് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് കമ്പനി ഉണ്ട്. അവർ ചെയ്യുന്നത് വാക്സിൻ ഫോർ പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. അവരൊരു ഹെർബൽ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പേറ്റന്റഡ് ആണ്. അവർ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലാന്റിന് രോഗം വരാനുള്ള സാധ്യത കുറയാവും, അതേപോലെ അതിന്റെ ഈൽഡ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ അടിപൊളിയായിട്ട് സ്കെയിൽ ചെയ്യുന്നുണ്ട്. കിച്ചൺ ട്രഷർ ആയിട്ട് IP രജിസ്റ്റർ ചെയ്യുന്നു, അതേപോലെ തന്നെ പാറ്റന്റ് എടുക്കുക എന്നുള്ളതിനൊക്കെ ഗവൺമെന്റ് സബ്സിഡികൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വരുന്ന ആളുകളൊക്കെ അതിന് അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ പല ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ എന്തിനാ അപ്ലൈ ചെയ്യുന്നതൊക്കെ ചോദിക്കും. പിന്നെ ഇൻകം ടാക്സിൽ നമുക്ക് 3 വർഷത്തെ ഡിഡക്ഷന്, 10 വർഷം IP എനിക്ക് തോന്നുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷനും അതേപോലെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളൊക്കെ അവർക്ക് ചെലവായ മുഴുവൻ തുകയും
റീഫണ്ട് ബില്ലിന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഈ ഇൻഫർമേഷൻ അതിന് അപേക്ഷ കൊടുക്കുക എന്നുള്ള ഫോം ഫില്ല് ചെയ്യാന്നുള്ള പണി പോലും മിനിമം ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളെ റീച്ച് ചെയ്യേണ്ട ആൾക്കാർ റീച്ച് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഐഡിയലി ഇതൊരു ഭയങ്കര റീജിയണൽ ബേസ്ഡ് കമ്മ്യൂണിറ്റിയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വെരി സ്പെസിഫിക്കലി കാസർഗോഡ് ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഉള്ള കമ്പനീസിനെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അങ്ങോട്ടാണെന്നുണ്ടെങ്കിലോ ഓൺ ഓണ്ടർപ്രണർ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഫ്രീ മെമ്പർഷിപ്പ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ പേഴ്സണലി റീച്ച് ഔട്ട് ചെയ്യാം, കമ്മ്യൂണിറ്റിയിൽ റീച്ച് ഔട്ട് ചെയ്യാം. UAE എന്ത് നിങ്ങളെ കമ്പനി എക്സ്പാൻഷന് വേണ്ട എന്ത് ഹെൽപ്പ് വേണം, അതായത് കൃത്യമായ പ്ലാൻ, നിങ്ങൾ UAEക്ക് പോകാനുള്ള പ്ലാൻ ഇതൊക്കെ വർക്ക്ഔട്ട് ആയതിനു ശേഷം മാത്രം കണക്ട് ചെയ്യാൻ പോകും. വെറുതെ ഒരാളെ സമയം വേസ്റ്റ് ചെയ്യാൻ പോയിട്ട് എന്ത് ചെയ്ത് പോരുന്നില്ല. നമുക്കിത് 3 ഫേസസ് ഉണ്ട്: പ്രീ വിസിറ്റ്, ഡ്യൂറിംഗ് വിസിറ്റ്, പോസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പ്രീ വിസിറ്റിൽ അവരോട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്താണ്. എല്ലാവരും നമ്മൾ അധികം ബന്ധപ്പെടുന്ന വെച്ചാൽ കമ്പനി സെറ്റപ്പ് ചെയ്യാന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ്. അവിടെ 50+ ഫ്രീ സോൺസ് ഉണ്ട് UAE. അപ്പോൾ നമ്മൾ അവരോട് ആദ്യം പറയാം നിങ്ങൾ കമ്പനി സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആണെന്നുള്ള ശേഷം കമ്പനി ഫോം ചെയ്യാന്നുള്ളത്. ഇത്രയും നല്ല ഒരുപാട് സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു. കാരണം ഞാൻ 10 മിനിറ്റിന് വളരെ വാല്യൂ കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം നന്ദി. അപ്പോൾ നമുക്ക് ദുബായ് ആൻഡ് കേരള സ്റ്റാർട്ടപ്പിന്റെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. നിങ്ങളൊരു ഭയങ്കര നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. കാരണം ഈ സാധാരണ ആൾക്കാർക്ക് സ്റ്റാർട്ടപ്പ് ലോകത്ത് എന്താ നടക്കുന്നതെന്നുള്ളത് വളരെ പച്ചയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഇൻഫർമേഷൻ സാധാരണ ആളുകളിലേക്ക് എത്തിക്കാൻ, നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഈ റിയൽ നോളജ് അവർക്ക് എത്തുമ്പോഴാണ് കുറച്ചും കൂടി അടിപൊളിയാവാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുന്നതും നിങ്ങൾ സംസാരിക്കുന്നതും. സൂപ്പർ, അടിപൊളി. താങ്ക് യു.